നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇയാള് ശരിക്കും ഒരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ അയാളുടെ ഭാര്യ മരിച്ചുപോയതായിരിക്കും. അമ്മ വീണ്ടും എന്നെ പറ്റിച്ചു. അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട സമയമായി. ഞാൻ തീരുമാനിക്കും. എന്തവകാശമാണ് നിനക്കുള്ളത്? നീ എന്റെ മകളല്ലെന്ന് ഞാൻ തീരുമാനിച്ചപ്പോഴേ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം. വലിഞ്ഞേറി ഇപ്പോഴും ആ വീട്ടിൽ നീ താമസിക്കുന്നുണ്ടെങ്കിലേ മുറിയുടെ മൂലയിൽ എടുത്തു കളയാൻ കിടക്കുന്ന ഒരു ചവറിന്റെ സ്ഥാനവേ നിന്നെ ഞാൻ ഇവന് മനസ്സിൽ കൽപ്പിച്ചിട്ടുള്ളൂ. എന്റെ അധ്വാനത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുള്ള സ്വത്തോ സമ്പാദ്യമോ ഉണ്ടെങ്കിൽ അതിനൊരൊറ്റ അവകാശമേ ഉള്ളൂ. എന്റെ മകൻ ഹരി. അവന് ഇഷ്ടമുള്ളതുപോലെ അവനത് ചെലവഴിക്കും. അത് ചോദിക്കാനേ നീ ആയിട്ടില്ല. നീ പോയി ബില്ലടയ്ക്ക് ചെല്ലേ. ഇങ്ങോട്ട് താടി. വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേ പിന്നാലെ വന്ന് നീ കാറി കയറി. അപ്പോഴേ എന്റെ ഉള്ളിലെ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കുഞ്ഞിനെന്ത് സംഭവിച്ചു എന്നറിയാൻ ഒരമ്മയുടെ വാത്സല്യം ഉണ്ടാവുന്ന എന്റെ ചെറിയ ബുദ്ധിയിലൊന്ന് തോന്നിപ്പോയി. പക്ഷേ ഇവിടെ എത്തിയിട്ട് ആ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു പോലും നീ നോക്കിയില്ല. എന്നിട്ട് നീ കാശിന്റെ കണക്ക് പറയുന്നു. നീ തിരഞ്ഞെടുത്ത ജീവിതം നീ ജീവിക്കുന്നതിൽ ഞങ്ങളെതിരല്ല. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലും നീ എതിരെ നിൽക്കരുത്. പൊയ്ക്കോണം. മനസ്സിലാവുന്നുണ്ടോ? ഓടി. ഹലോ മാഡം, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഒരു ½ കഴിയും. ഞാനിവിടെ ഒരു വീട്ടിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നു. ആ ഓക്കെ മാഡം. നിത്യല്ലേ? അല്ല, നിങ്ങളാരാ? എന്നെ നിനക്ക് മനസ്സിലായില്ലേ? എന്തിനാ എന്നോട് കള്ളം പറയുന്നു? ഞാനെന്തിനാ കള്ളം പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. നിന്നെ ആരെ അവിടെ ഒളിച്ചു താമസിപ്പിച്ചേ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? നീ എന്തിനടി പേടിക്കുന്നേ? ഞാൻ നിന്റെ ഭർത്താവല്ലേ? ഭർത്താവോ? എനിക്ക് നിങ്ങളെ അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ഇനി എന്നെ പറ്റിക്കാൻ നോക്കല്ലേ. അമ്മ എന്നോട് ഒരുപാട് നുണ പറഞ്ഞു നിന്നെ കുറിച്ച്. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ നീ നുണ പറയണോ? നിത്യ,
നീ പറയുന്നത് കേൾക്ക്. എനിക്ക് നിന്നെ വേണം. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നിരിക്കുന്നത്. തനിക്കെന്താ ഭ്രാന്തുണ്ടോ? നോക്ക്, ആ വാക്ക് നീ ഇനി പറയരുത്. എനിക്ക് ഭ്രാന്തില്ല. എന്റെ ഭ്രാന്ത് എന്നും നിന്നോടായിരുന്നു, എന്റെ നെറ്റിയോട്. മാറുന്നുണ്ടോ? എടീ, ഇനി എന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടാന്ന് കരുതണ്ട. നിന്നെ ഇനി ഞാൻ വിടില്ല. ആ, എന്റെ കൂടെ ഇപ്പൊ നീ വന്നേ പറ്റൂ. വരാൻ പറയുന്ന കേക്ക്. എന്റെ കൂടെ വരാനാ പറഞ്ഞത്. ഇങ്ങോട്ട് പോ. എന്താ രശ്മി? ഇയാൾ എന്തൊക്കെയോ പറയുക. ഞാൻ ഇയാളുടെ ഭാര്യയാണെന്നോ എന്റെ പേര് വേറെന്തോ ആണെന്നൊക്കെ. മാനവും മര്യാദയ്ക്കും കുടുംബമായിട്ട് ജീവിക്കുന്നിടത്ത് കയറി വന്നിട്ട് ബഹളം ഉണ്ടാക്കാൻ നോക്കാ നീ. നിനക്കെന്താ മര്യാദ? ഇവൾ എന്റെ ഭാര്യ. എന്റെ ഭാര്യ നിത്യ. ഇവളെയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോകല. അയ്യോ, വീട്ടിടോ. കാണുന്നു പറയുന്നു മനസ്സിലാക്കണോ? അത് നിത്യ നിന്റെ ഭാര്യയൊന്നുമല്ല. ഇവളുടെ പേര് രശ്മി എന്നാ. എന്റെ ഭാര്യ. അല്ല അല്ല അല്ല, ഇവള് നിത്യ തന്നെ. രശ്മി, നീ പോയി നിന്റെ ID കാർഡ് എടുത്തുണ്ടോ? എന്റെ പൊന്നു സഹോദര, തനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലേ ദയവ് ചെയ്ത് ഇവിടുന്ന് തിരിച്ചു പോകും. ഞങ്ങൾ മനസമാധാനമായിട്ട് ജീവിച്ചോട്ടെ. തന്റെ തെറ്റിദ്ധാരണ മാറുന്നെങ്കിൽ മാറിക്കോട്ടെ. ഇത് അവളുടെ ID കാർഡ് നോക്ക്. ഞാൻ ഇപ്പൊ പോവാ. എന്നെ ഇപ്പൊ കാണിച്ചത് തെറ്റാണെങ്കിലേ ദുഃഖിക്കേണ്ടി വരും. കേട്ടോ? ഇയാള് ശരിക്കും ഒരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു. ചിലപ്പോ അയാളുടെ ഭാര്യ മരിച്ചു പോയതായിരിക്കും. അമ്മ വീണ്ടും എന്നെ പറ്റിച്ചു. അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട സമയമായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.